മോദിയുടെ ഇന്ത്യക്കെതിരെയുള്ള ട്രംപിന്റെ മാസ്റ്റർ സ്ട്രോക്കുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പ്രധാനപ്പെട്ട മാസ്റ്റർ സ്ട്രോക്കാണ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് റദ്ദാക്കുക എന്നുള്ളത്. എന്നാൽ ഇന്ത്യക്കാർ ആരാണെന്നാണ് വിചാരം? ഇത് നിയമമാകുന്നതിന് മുൻപ് ഏറ്റവും വേഗം പ്രസവിക്കാനുള്ള തിരക്കിലാണ് ഇന്ത്യൻ വംശജരായ ഗർഭിണികൾ. കേൾക്കുമ്പോൾ തമാശയായി തോന്നും, എന്നാൽ ഇത് തമാശയല്ല. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം ഉറപ്പു നൽകിയിട്ടുള്ള അവകാശമാണ് അമേരിക്കയിൽ ജനിച്ചു വീണ എല്ലാവർക്കും അമേരിക്കൻ പൗരത്വം ലഭിക്കും എന്നുള്ളത്. 1868 ജൂലൈ 9-ാം തീയതി, അതായത് 157 വർഷം മുൻപാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമം അനുസരിച്ച് അമേരിക്കയിൽ പിറന്നു വീണ എല്ലാ വ്യക്തികൾക്കും ഓട്ടോമാറ്റിക്കായി അമേരിക്കൻ പൗരത്വം ലഭിക്കും. ആ കുട്ടികളുടെ മാതാപിതാക്കൾ ഇല്ലീഗലായി അമേരിക്കയിൽ ഉള്ളവരാണെങ്കിലും ഇതിന് വ്യത്യാസമില്ല. അതാണ് ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് ട്രംപ് നിർത്തലാക്കുന്നത്. ഈ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഏറ്റവും ദുരുപയോഗം ചെയ്യുന്നത് ഇന്ത്യക്കാരാണ്. വളരെയേറെ ഇന്ത്യക്കാരാണ് പ്രസവിക്കാൻ വേണ്ടി മാത്രമായി അമേരിക്കയിൽ കടന്നു വരികയും അവിടെ വെച്ച് പ്രസവിച്ച് കുട്ടികളെ അമേരിക്കൻ പൗരന്മാർ ആക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ആദ്യ ദിവസം തന്നെ അദ്ദേഹം സൈൻ ചെയ്തു. എന്നാൽ ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തതുകൊണ്ട് മാത്രം ഇത് പ്രാബല്യത്തിൽ വരികയില്ല. അതിനുവേണ്ടി ഭരണഘടനയുടെ ഈ 14-ാം ഭേദഗതി ക്യാൻസൽ ചെയ്യുന്നതിനു വേണ്ടി മറ്റൊരു ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയും അത് ഇരു സഭകളിലും പാസ്സാക്കുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇത് പ്രാവർത്തികമാക്കാൻ ആവൂ. എന്നാൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അമെൻമെന്റ് വരുത്തുന്നത് ഏകദേശം പ്രായോഗികമല്ലാത്ത കാര്യമാണ്. 1800-കളിൽ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നതു മുതൽ ഇതുവരെ ആകെ 27 ഭേദഗതികൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഇത് ഏകദേശം അപ്രായോഗികമാണ് എന്ന് പറയാനുള്ള കാരണം കേവല ഭൂരിപക്ഷത്തിന് ഇരുസഭകളിലും പാസ്സായാൽ പോരാ എന്നുള്ളതാണ്. അമേരിക്കയുടെ ഇരുസഭകളിലും 2/3 ഭൂരിപക്ഷത്തിന് ഇത് പാസ്സാവണം. അതിനുശേഷം 4/3 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും പാസ്സായെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാനാവൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് അസാധ്യമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ പാസ്സായെങ്കിൽ തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യാനും പറ്റും. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്കയിൽ ഇല്ലീഗലായി പ്രവേശിച്ച ഇന്ത്യക്കാർ എത്രയും വേഗം പ്രസവിക്കാനുള്ള തത്രപ്പാടിലാണ്. പ്രഗ്നൻസിയുടെ 7-ാം മാസത്തിൽ മുതലുള്ള ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയ ഇന്ത്യക്കാർ അവരുടെ ഡോക്ടറോട് പറഞ്ഞ് എത്രയും വേഗം സിസേറിയൻ നടത്തി പ്രസവിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇവിടെ ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത കണ്ടോ? ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിർത്തലാക്കാനുള്ള ഓർഡറിൽ ട്രംപ് സൈൻ ചെയ്ത ജനുവരി 20 മുതൽ ന്യൂജേഴ്സിയിലുള്ള ഇന്ത്യക്കാരായ സ്ത്രീകളിൽ നിന്നും ഉടനടി സിസേറിയൻ നടത്തണം എന്നുള്ള ആവശ്യം വർദ്ധിച്ചു വരികയാണ് എന്ന്. ഇത് ഇന്ത്യ ടുഡേ ഗ്ലോബലിൽ വന്ന വാർത്തയുടെ തലക്കെട്ടാണ്. അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരായ ദമ്പതികൾ ട്രംപിന്റെ നടപടിക്ക് മുൻപ് സി സെക്ഷൻ ചെയ്യാനുള്ള തിരക്കിലാണ് എന്ന്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത. ഇതിലും പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ഡെഡ് ലൈനിന് മുൻപ് സിസേറിയൻ ചെയ്യാനുള്ള തിരക്കിലാണ് ഗർഭിണികളായ ഇന്ത്യൻ വംശജർ എന്ന്. അമേരിക്കൻ വംശജയായ ഒരു സ്ത്രീ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇന്ത്യൻ സ്ത്രീകൾ കുട്ടികളെ വയറ് മുറിച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന ഈ പരിപാടി എന്തൊരു ഭ്രാന്ത് പിടിച്ചതാണ് എന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്, മാസം പൂർത്തിയാവാതെ പ്രസവിക്കാനുള്ള വളരെയേറെ ആവശ്യങ്ങളാണ് സ്ത്രീകളിൽ നിന്ന് വരുന്നത് എന്ന് ന്യൂജേഴ്സിയിലെ ഒരു മറ്റേണിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ SD രമ പറഞ്ഞു എന്ന്. അതിൽ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ രമയെ ഈ ആവശ്യം പറഞ്ഞ് വിളിക്കുന്നവരിൽ ഭൂരിഭാഗവും പ്രഗ്നൻസിയുടെ 8-ാമത്തെയും 9-ാമത്തെയും മാസത്തിലുള്ള ഇന്ത്യൻ സ്ത്രീകളാണ്. അവരിൽ ചിലരൊക്കെ ഫുൾ ടൈം ആകുന്നതിൽ നിന്നും 2 മാസം വരെ അകലെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, 7 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനോടൊപ്പം വന്ന് കാലാവധി പൂർത്തിയാകാതെ പ്രസവിക്കുന്നതിന് വേണ്ടി സൈനപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അവരുടെ ഡെലിവറി ഡേറ്റ് മാർച്ച് മാസത്തിലാണ് എന്ന്. ടെക്സസിലുള്ള ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ST മുക്കാല പറഞ്ഞത്, കഴിഞ്ഞ 2 ദിവസമായി ഇതുപോലെയുള്ള 15-20 ദമ്പതികളോട് ആണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചതെന്നാണ്. ഇത് സാധ്യമാണെങ്കിൽ കൂടി കാലാവധിയാകാതെ ഇങ്ങനെ ചെയ്യുന്നത് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാകുമെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ ഡോക്ടർ ശ്രമിച്ചു എന്ന്. മാർച്ച് മാസം ആദ്യം ഡെലിവറി ഡേറ്റ് ഉള്ള H1B വിസയിൽ അമേരിക്കയിലെത്തിയ പ്രിയ വരുൺ ദമ്പതികൾ പറഞ്ഞത്, അവരുടെ കുട്ടി അമേരിക്കയിൽ ജനിച്ച് അമേരിക്കൻ പൗരത്വം ലഭിക്കും എന്നുള്ള ആശ്വാസത്തിൽ ആയിരുന്നു അവർ എന്ന്. അത് മാത്രമാണ് അവരുടെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഏക മാർഗമായി കണ്ടിരുന്നത്. ഇപ്പോൾ അവർ വളരെ ഭയാശങ്കയിലാണ് എന്ന്. ഇവിടെ 28 വയസ്സുള്ള ഒരു ഫൈനാൻസ് പ്രൊഫഷണൽ പറഞ്ഞത്, ഇതിന്റെ ഡെഡ് ലൈനിന് ശേഷമാണ് അവരുടെ ഭാര്യ പ്രസവിക്കുന്നതെങ്കിൽ അവരുടെ പദ്ധതികളെല്ലാം തകിടം മറിയുമെന്ന്. ഇവിടെ വരാൻ വേണ്ടി ഞങ്ങൾ വളരെയേറെ വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അറിഞ്ഞിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത് എന്ന്. അതുപോലെ കാലിഫോർണിയയിൽ നിന്നുള്ള വിജയ് പറഞ്ഞത്,
ഞങ്ങൾ നിയമവിരുദ്ധമായി അമേരിക്കയിൽ എത്തിയിട്ട് 8 വർഷമായി. 7 മാസം ഗർഭിണിയാണ് എൻ്റെ ഭാര്യ. ഈ വാർത്ത കേട്ട് ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഞങ്ങൾ അഭയാർത്ഥിത്വത്തിന് അപേക്ഷിക്കുവാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വക്കീൽ പറഞ്ഞത് കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അതുവഴി നിങ്ങൾക്ക് പൗരത്വം ലഭിക്കും എന്നായിരുന്നു. ഇപ്പോൾ എല്ലാം വെള്ളത്തിലായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിശ്വഗുരുവിന്റെ നാട്ടിൽ നിന്നും പ്രസവിക്കാനും മറ്റുമായി അമേരിക്കയിലേക്ക് എല്ലാ ഇന്ത്യക്കാരും നിയമവിരുദ്ധമായി കടക്കാൻ ശ്രമിക്കുന്നത്? വിശ്വഗുരുവിന്റെ സ്വർഗമാക്കിയ ഇന്ത്യയിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെട്ടോടാൻ എന്തുകൊണ്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് പശുവിറച്ചി തിന്നുന്ന ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള അമേരിക്കയിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്കാർ അനധികൃതമായി ഇങ്ങനെ കടക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്കൊക്കെ അമൃതകാലം ആസ്വദിക്കാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു പോയിക്കൂടെ? അല്ലെങ്കിൽ എന്തിനാണ് വിശ്വഗുരുവിന്റെ രാമരാജ്യത്തിന്റെ അമൃതകാലം നുണയാൻ നിൽക്കാതെ പശുവിറച്ചി തിന്നുന്ന അമേരിക്കയിലേക്കും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും നിങ്ങൾ പോകുന്നത്? ഇനി അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജരായ ഇല്ലീഗൽ ഇമിഗ്രൻസിനോട് ഒരു കാര്യം പറയാം. ഇത് നിയമം ആവും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. ഇത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് അസാധ്യമാണ്. സെനറ്റിലും ഹൗസിലും റിപ്പബ്ലിക്കൻസിന് കേവല ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അതിനാൽ ഒരിക്കലും 3/2 ഭൂരിപക്ഷം ഇതിന് ലഭിക്കില്ല. അതുപോലെ അമേരിക്കയിലെ 4/3 സംസ്ഥാനങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കുകയുമില്ല. എന്നിരുന്നാലും ഇന്ത്യയിലെ ഹിന്ദുത്വ തീവ്രവാദികളുടെ ദൈവം ഡൊണാൾഡ് ട്രംപ് മൈപ്രണ്ട് മോദിക്ക് നിർത്താതെ കൊടുക്കുന്ന ഈ പണികൾ വളരെ കടന്ന് കൈയായി പോകുന്നു എന്ന് പറയാതെ വയ്യ.